അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഷോർട്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ലാലേട്ടന്റെ കുറച്ച് അപ്ഡേറ്റ് പറയാനുള്ളത് ഒരു 3 അപ്ഡേറ്റ്സ് നമുക്ക് തന്നെ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തത് അപ്രതീക്ഷിതമായിട്ട് വന്ന ഖലീഫയുടെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ വൈശാഖ് പ്രൊജക്ട് ആയിരുന്ന ഒരു സംഗതിയിൽ ഇപ്പൊ ലാലേട്ടൻ കൂടി കാലെടുത്ത് വെച്ചേരിക പ്രൊജക്ട് ഭയങ്കര വലുതായിട്ടുണ്ട്. ഇപ്പൊ പോരാ തന്നെ അതൊരു 2 പാർട്ട് പ്രൊജക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഖലീഫ ദ ഇൻട്രോ, ഖലീഫ ഹിസ് റൈൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ 2 പാർട്ടായിട്ട്, ഒന്നില് ക്യാമിയോ ആയിട്ടും രണ്ടാമത്തേല് ഫുൾ ലെങ്ത് റോളും ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിനു എബ്രഹാം ആണ് സിനിമ എഴുതണത്. അപ്പോ വലിയൊരു സിനിമ ആവണതിന്റെ ഫുൾ ലക്ഷണങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങി സിനിമ. ക്യാൻവൈസ് വൈസും ബിസിനസ് വൈസ് ഒരു വലിയ സിനിമ ആയിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ലാലേട്ടൻ വൈശാഖ് വന്ന സിനിമ ഒരു അത്ര നല്ല സിനിമ ആയിരുന്നില്ല. അതിന് മുമ്പ് വന്നതൊരു ഗംഭീര സിനിമ ആയിരുന്നു, വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ആയിരുന്നു. അപ്പൊ എന്തായാലും അതിന്റെ കണ്ടിന്യൂ ആയിട്ട് എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ L365 ആദ്യം ഉസ്മാന്റെ ഇതില് നമ്മുടെ ഡോണോസിനാണ് ചെയ്യേണ്ടതായിട്ടിരുന്നത്. നമ്മൾ തന്നെ അത് അപ്ഡേറ്റ് കുറെ പറഞ്ഞിട്ടുണ്ട്. മൂവി സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആ ഡയറക്ടറിനെയും റൈറ്ററിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോ തരുൺമൂർത്തിയാണ് L365 ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ രതീഷ് രവി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോ റൈറ്ററായിട്ട് വന്നിട്ടുള്ളത്. രതീഷ് രവി മുന്നേ സിനിമകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആലപ്പുഴ ജിംഖാനയുടെ ഡയലോഗ്സ്, അപ്പൊ ആ പ്രൊജക്റ്റും ഇപ്പോ വേറൊരു തരത്തിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇത് കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് വൺലൈൻ ഇഷ്ടാവുകയും സ്ക്രിപ്റ്റ് ആയിട്ട് വന്നേക്കുമ്പോ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ടീമിന് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാതാവുന്ന പറഞ്ഞിട്ടുള്ളത്. അത് ഇൻഡിവിജ്വലി മോഹൻലാൽ ഒറ്റയ്ക്ക് ഒരു സിനിമയുടെ കാര്യത്തില് തീരുമാനം എടുത്ത് അദ്ദേഹം ആ സിനിമ ചെയ്യണത് കുറവാണ്. അതെ, പക്ഷെ ആക്ച്വലി ഒരു തരുൺമൂർത്തി ലാലേട്ടൻ പടത്തിന്റെ അനൗൺസ്മെന്റ് അതൊരു ഇൻഡസ്ട്രി കോംബോ ആണെങ്കിൽ പോലും നമുക്കതൊരു ആ സിനിമ അയാളുടെ സിനിമ പോയില്ലെന്നുള്ള ചിന്ത, അത് അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് അത് അതിന് വന്നു. അതും 2 സിനിമകൾ അനൗൺസ് ചെയ്തിട്ട ആളാണ് ഇപ്പൊ ഈ 2 സിനിമകളും മാറ്റി ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പൊ എന്തായാലും സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഇത് നമ്മൾ ഇതിനു മുമ്പ് രജനികാന്ത് ഫിലിമിന്റെ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അനൗൺസ്മെന്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. കുഴപ്പമില്ല, എന്തായാലും സിനിമ നന്നാവട്ടെ. അടുത്തത് നമ്മുടെ ജയിലർ 2 സെറ്റില് ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൃശ്യത്തിന് ശേഷം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഓൾമോസ്റ്റ് ഒരു 7 ഡേയ്സിന്റെ ഷൂട്ടേ പുള്ളിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഒരു ചെറിയ ക്യാമറ റോൾ തന്നെ ആയിരിക്കും ജയിലറിലെ പോലെ തന്നെ. അപ്പൊ എന്തായാലും മാറ്റി വരട്ടെ. പക്ഷെ സിനിമയിൽ അദ്ദേഹത്തിന് 2 ലുക്ക് ഉണ്ട്. ഒരു പ്രസന്റ് പോർഷനും സിനിമ തന്നെ അങ്ങനെ തന്നെ, അതായത് ഒരു പ്രസന്റും പാസ്റ്റും. ജയിലറും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഫ്ലാഷ് ബാക്ക് പോർഷൻ. മിക്കവാറും ചിലപ്പോ മുത്തുവേൽ പാണ്ഡ്യന്റെ കുറച്ചും കൂടി അയാള് കുറെ ആളായിട്ട് ഫ്രണ്ട്ഷിപ്പ് വന്നതിന്റെ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വിനായകൻ സിനിമയിൽ ഉണ്ടെന്നുള്ള കാര്യം വിനായകൻ തന്നെ കളങ്കാവലിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോ പുള്ളി കലകട്ടെ. അടുത്തത് കോസ്മിക് സാംസൺ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് പ്രതിയുടെ നെക്സ്റ്റ് ഫിലിം അഭിജിത്ത് ജോസഫിനായിട്ടാണ് വരുന്നത്, അതായത് നമ്മുടെ ജോൺ ലൂതറിന്റെ ഡയറക്ടറായിട്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് ഇപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ വന്നിരിക്കുകയാണ്. പ്രൊഡക്ഷൻ നമ്പർ 10 ആയിട്ട് വന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സിനിമ ഇപ്പോൾ അഭിജിത്ത് ജോസഫ് പിന്നെ ഒരാളും കൂടി കോ റൈറ്ററായിട്ട് കോസ്മിക് സാംസൺ എന്നുള്ള പേരിൽ വന്നിരിക്കുകയാണ്. സിനിമയുടെ ക്രൂ ഒക്കെ കാണുമ്പോൾ കുറച്ച് ഇതുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതിപ്പോ ഒരു സൂപ്പർ ഹീറോ ഫിലിം എന്നുള്ള ലെവലിൽ കൊണ്ടുപോവാണെങ്കിൽ വ്ലാഡിംബർഗിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി, മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അതിന്റെ അടിയിൽ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സന്ദീപ് ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വിജയൊക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം. അല്ല, പുള്ളി എക്കോലന്റെ ആക്ഷൻ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വ്ലാഡിംബർഗിനെ കിട്ടുമ്പോ ടോവിനെ ഊറ്റിയ പോലെ തന്നെ ഊറ്റാൻ പറ്റിയ ആളാണ് ഇവിടെ ഉള്ളത്. അത് ആലപ്പുഴയിലെ ക്ലൈമാക്സ് ഫൈറ്റിലും ആള് നന്നായി ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ചമനുണ്ട്. അപ്പൊ നമുക്ക് അലക്സ് മുകുന്ദനുണ്ണി എന്നാണ് പുള്ളിനെ ഡിറ്റക്റ്റീവ്ക്ക് BGM ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യമുണ്ട്, ചമ്മൻ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് പുള്ളി നോട്ട് ചെയ്ത് സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പൊ അതൊരു എക്സ്പ്രഷൻ ആണ്. എന്തായാലും നല്ലൊരു സിനിമ തന്നെ വരട്ടെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ശങ്കറിന്റെ വെൽപ്പാരി. നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ പ്രൊഡക്ഷനിലുള്ളത് പെൻ മൂവീസ് ആണ്, പെൻ സ്റ്റുഡിയോസ്.
ഇനി വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയിലേക്കുള്ള കാസ്റ്റിന്റെ കാര്യം. നമ്മൾ ഓൾറെഡി എന്താ പറയാ രജനീകാന്ത്, കമൽഹാസൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി. അല്ല, നമ്മള് സൂര്യയോ വിക്രമോ ആ സിനിമ, അതായത് ഇത്രയും ഒരു വർഷത്തെ ടൈം കൊടുക്കണം. 2 വർഷം ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പാർട്ടും 1000 കോടി ബഡ്ജറ്റ് എന്നൊക്കെ പറയുമ്പോ എത്രയോ എന്താ പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സംഗതിയാണത്. പിന്നെ ശങ്കറിന് പ്രൂവ് ചെയ്തിട്ട് ടൈം. അതെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ വലിയൊരു ഡൗൺ ഉണ്ടായിട്ടുള്ളത്. അല്ല, ആക്ച്വലി അദ്ദേഹത്തിന് ഒരു നെക്സ്റ്റ് പടം ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഒരു സോൺ ഉണ്ടായിരുന്നു. അതെ, അതായത് ഈ അഴിമതിക്കെതിരെ പോരാടുന്ന നായകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ടെറിട്ടറി ഉണ്ട്. മുതൽവൻ മാതിരിയൊക്കെ സിനിമ ഉദ്ദേശിച്ചത്. ഇപ്പൊ അതിന് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആളെ വില്ലനായിട്ട് വരുന്ന സമയമാണ്. വില്ലന് കയ്യടി കൊടുക്കുന്ന ഓഡിയൻസ് ആണ് ഇപ്പൊ ഉള്ളത്. അതാണ് ഒരു അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കറിന്റെ ഫിലിം എന്ന് പറയുമ്പോ പ്രോപ്പർ ആയിട്ടുള്ള വന്ന വില്ലന്മാരുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. ഇപ്പൊ മുതൽവനെ നോക്കുകയാണെങ്കിൽ രഘുവരന്റെ, അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകന്റെ അടികൊണ്ട് ചാവുന്ന ആളല്ല ശങ്കറിന്റെ ഫിലിമില്. ഇപ്പൊ എന്തരെല്ലാം ആള് വില്ലൻ, അതങ്ങനെ. അപ്പൊ ഇപ്പൊ എല്ലാരും എടുത്തു പറയണത് സുജാത ഇല്ലാത്തതിന്റെ ഒരു വിഷയമാണ്. പക്ഷെ പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാല് സുജാത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ മേക്കേണ്ട ശങ്കറാണല്ലോ. അല്ല, ഞാൻ അങ്ങനെ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഫിലിം ജെന്റിൽമാൻ സുജാത ഉണ്ടായിട്ടില്ല. കാതലന്റെ അതിൽ അൺക്രെഡിറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയണു, പക്ഷെ ഇല്ല. അതായത് ബാലകുമാരനാണ് ഡയലോഗ്സ് എഴുതിക്കുന്നത്, ശങ്കർ തന്നെയാണ് സ്ക്രിപ്റ്റ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതാക്കേണ്ട ആളല്ല. നമ്മൾ പറഞ്ഞത് ഇന്ദ്രന്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റേജിൽ മാത്രം സുജാത ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ മദൻ കർക്കെ സിനിമയിൽ ഡയലോഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ലാസ്റ്റ് സിനിമകളിൽ മേക്കിങ്ങും സ്ക്രിപ്റ്റും മോശമായി. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോ ഒരാളെ അതുപോലെ തന്നെ നല്ലതായിട്ട് ഡയറക്റ്റും ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് എന്തായാലും രാജമൗലിക്ക് ബ്രാൻഡായ ആളാണ് പുള്ളി. അപ്പൊ പിന്നെ എന്തായാലും ഇത് ഗംഭീര തിരിച്ചറിവ് നടത്തട്ടെ. അടുത്ത നമുക്ക് പറയാനുള്ളത് സൂര്യയുടെ 2 അപ്ഡേറ്റ് ആണ്. അല്ല, ആദ്യത്തെ തന്നെ നമ്മള് പറഞ്ഞിരുന്ന, നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ എത്രയോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ചിത്തു മാധവനാണ് സംവിധാനം ചെയ്യുന്നത്. അതും ഓരോ സമയത്ത് നമ്മൾ ആ സിനിമയിൽ മഷൂർ ഹംസ ആയിരിക്കും, ഉണ്ണിപ്പാലോടായിരിക്കും, ഇൻക്ലൂഡിങ് കാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഷിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഹൗസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ പ്രൊഡക്ഷനിലായിരിക്കും പടം വരിക പറഞ്ഞിട്ട്. അപ്പോൾ ഗരം സ്റ്റുഡിയോസിന്റെ അണ്ടറിൽ പുള്ളിയുടെ സൂര്യ 47 കാസ്റ്റ് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട് സിനിമയുടെ. അതായത് ഇപ്പൊ നസ്ലൻ അതിലേക്ക് വരിക, നസ്രിയ അതിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോ സൂര്യ മാത്രമാണ് ആ പിക്കില്. സൂര്യ ആനന്ദരാജ് മാത്രമേ തമിഴായിട്ട് കാണുന്നുള്ളൂ. അപ്പൊ അത് ഒരു വലിയ ഇതന്നെ ആവട്ടെ. അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു തമിഴ് കഥ. അപ്പൊ അതിനുശേഷം വരുന്ന അപ്ഡേറ്റ് സൂര്യ 46 ആണ്. അപ്പൊ ഈ വരുന്ന ക്രിസ്മസിന് ഡിസംബർ 25-ാം തീയതി സിനിമയുടെ ടൈറ്റിൽ പുറത്തു വിടുന്ന കേട്ടിട്ടുള്ളത്. ആക്ച്വലി ഒരു സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് വരുള്ളൂ. പക്ഷെ കറുപ്പ് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ അപ്ഡേറ്റ് തുടങ്ങേണ്ട സമയത്തുണ്ട്. അപ്പൊ എന്തായാലും സിനിമയുടെ ഒരു ടൈറ്റിൽ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, വിശ്വനാഥൻ ആൻഡ് സൺസ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അതന്നെ വരിക വേറെ ആണ്. നമുക്ക് അതിൽ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അതെ, അടുത്തത് സ്പൈഡർമാന്റെ ഷൂട്ടിംഗ് നടക്കണം. ലൈവ് ആക്ഷൻ സംഗതികളൊക്കെ ഭയങ്കര വൈറലായിട്ട് ആൾക്കാർ കണ്ടതാണ്. സിനിമയുടെ ഷൂട്ട് റാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു നമുക്ക് ചെറിയൊരു ഗ്ലിംസ് നമുക്ക് അവതാരണൊപ്പം കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അപ്പോ വരുമ്പോ ടോം ഹോളണ്ടിന്റെ വേറൊരു സ്പൈഡർമാൻ മൂവി കൂടി വരികയാണ്. അദ്ദേഹമാണ് തുടർച്ചയായിട്ട് 4 സ്പൈഡർമാൻ മൂവി ചെയ്ത ഒരാൾ അദ്ദേഹമാണുള്ളത്. ബാക്കി എല്ലാവരും 3 വെച്ച് അവസാനിക്കുള്ളത്. അപ്പോ വെയിറ്റ് ചെയ്യാം. അതെ, ലോകേഷ് കനകരാജ് ഇപ്പൊ അടുത്ത് അല്ലു അർജുന്റെ അടുത്ത് പോയിട്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മള് കഴിഞ്ഞ അപ്ഡേറ്റിൽ ലോകേഷ് 7 എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് പറഞ്ഞു. പക്ഷെ ഏതാ എന്താ ഒന്നും നമുക്ക് അറിയില്ല. ഇനി അതാണോ ഈ 7 എന്ന് അറിയില്ല. മീറ്റ് ചെയ്ത് ഒരു കഥ പറഞ്ഞു. അത് റിവൈവ് ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. അത് തന്നെ ആവുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ആക്ച്വലി ഇരുമ്പ് കൈ മായാവി അമീർ ഖാന്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട്. സൂര്യ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. സൂര്യ അത് ഒഴിവാക്കിയതല്ല, അത് സൂര്യയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം വാങ്ങിയതാണ്. ഇതിപ്പോ അമീർ ഖാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ആ സിനിമ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അറ്റ്ലിയുടെ സിനിമ നടക്കില്ല. അതെ, അതാ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായത്. നമ്മളത് പറയാണ്ടിരിക്കാൻ 1.5 വർഷം ഗ്യാപ്പ് വരും. എന്നാലും കുഴപ്പമില്ല, ലോകേഷ് ഒരു നല്ല പ്രീ പ്രൊഡക്ഷൻ. ആക്ച്വലി അദ്ദേഹത്തിന് ഗ്യാപ്പിന്റെ ഇടയിൽ ഒരു ക്വിക്ക് പ്രൊജക്ട് ചെയ്താൽ മതി. ആക്ച്വലി അടുത്തത് എസ് കെ വെങ്കട് പ്രഭു ഫിലിം. അതും ഇപ്പോ കുറച്ചുകൂടി അതിന്റെ ഇപ്പോ എല്ലാ സിനിമകളും ഗ്രാഫിക്സ് വർക്കും വിഷ്വൽ എഫക്ട്സ് ഒക്കെ ആദ്യം തന്നെ അതിന്റെ പ്രീ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനുള്ള ഇപ്പോഴത്തെ രീതി. ഇപ്പൊ അവരതിനും വേണ്ടിയിട്ട് എസ് കെയും വെങ്കട് പ്രഭുവും
അമേരിക്കയിലേക്ക്. പരാശക്തിയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം അമേരിക്കക്ക് പോകും എന്നുള്ളൊരു അപ്ഡേറ്റ് അല്ല ആക്ച്വലി അവർ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അല്ല അത് ഗോട്ടിന് വിജയൻ നമ്മുടെ ലോല സ്റ്റുഡിയോയിലല്ലേ കൊണ്ടുവരുന്നത്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പരാശക്തിയുടെ തന്നെ ഇപ്പൊ ട്രെയിലർ ലോഞ്ച്, ഓഡിയോ അങ്ങനെയുള്ള സംഗതികളും ഇപ്പൊ കമലഹാസനും രജനീകാന്തും പങ്കെടുക്കാൻ വയ്ക്കുന്ന ഫംഗ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ മിക്കവാറും അതിന്റെ മുമ്പേക്ക് തിരിച്ചു വരുമായിരുന്നു. അതെന്തായാലും വരും, കാരണം ജനുവരി 4 പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇത് SK26 ആയിരുന്നു. 24 ഉണ്ട് നമ്മുടെ സിബി ചക്രവർത്തിയുടെ സിനിമ. ആ സിനിമ ഓൾമോസ്റ്റ് ഡ്രോപ്പഡ് ആയിരുന്നു കേൾക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് നമുക്ക് വെയിറ്റ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു റിലീസാണ്. സ്പെഷ്യലായിട്ട് നമ്മളെല്ലാ അപ്ഡേറ്റിന്റെയും ലാസ്റ്റ് അതൊരു ചടങ്ങായി. ഇതിപ്പോ രജനീകാന്തന്റെ ട്വിറ്ററിൽ അതിന്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ഒരു റീ റിലീസ് അങ്ങനെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം വന്നിട്ട് കസാല ഇരുന്നിട്ട് ഇങ്ങനെ ആക്കണ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ എല്ലാവർക്കും ഏതാ സിനിമ എന്നുള്ളത് മനസ്സിലായി. പടയപ്പ റീ റിലീസ് 4K റീമാസ്റ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് December 12 റിലീസ് കാണുന്നു. ആക്ച്വലി അന്ന് ഈവനിങ് പടം കാണുന്നവർക്ക് സർപ്രൈസ് ആകും. അദ്ദേഹത്തിന് ഈ വരാൻ പോകുന്ന സിനിമകളുടെ ഗ്ലിംസും കൂടി ഈവനിങ് വരികയാണെങ്കിൽ അത് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റിയത്. എന്തായാലും ഗംഭീരാവട്ടെ.